കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ മഹത്വപ്പെടുമാറാകട്ടെ. 32ാമത് ചെറുവക്കൽ കൺവെൻഷന്റെ 3ാമത്തെ രാത്രിയിൽ കർത്താവിൻ്റെ വചനം സംസാരിക്കുവാനായി എനിക്ക് ലഭിക്കുന്ന ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായി ഞാൻ കർത്താവിന് മഹത്വം കരേറ്റുന്നു. നമ്മളെല്ലാവരും ഒരുപോലെ ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടെയാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. ഞാനും നിങ്ങളെപ്പോലെ പ്രതീക്ഷിച്ചാണ് കർത്താവേ ഈ ചെറുവക്കൽ കൺവെൻഷന് വേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങിയ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ആ ദൂത് ഇന്ന് ഈ പുൾപിറ്റിന്റെ പുറകിൽ നിൽക്കുമ്പോൾ വീണ്ടും അത് പ്രകാശിച്ച് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ രൂപാന്തരം വരുത്തുന്ന ഒരു സന്ദേശം. ഞാനൊരു ഉപകരണം മാത്രമായി നിൽക്കുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് എൻ്റെ ഹൃദയത്തിലുള്ളത്. ബൈബിൾ കൊണ്ടുവന്ന എല്ലാവരും ബൈബിൾ ഒന്ന് കയ്യിലെടുക്കാമോ? ഒരു നിമിഷം ഒന്ന് കയ്യിലെടുക്കണം. അത് ഞാൻ എടുപ്പിക്കാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഒരു 3 ആഴ്ച മുമ്പാണ് ഞാൻ മധ്യപ്രദേശിൽ പോയപ്പോൾ 223 ഭാഷകൾ മധ്യപ്രദേശ് സംസ്ഥാനത്തിലുണ്ട്. അതിൽ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് കേവലം 4 ഭാഷകളിൽ മാത്രമാണ്. 219 ഭാഷകളിൽ അവർക്ക് ബൈബിൾ ഇല്ല, ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല. വന്നിരിക്കുന്ന നമ്മുടെ കയ്യിൽ ദൈവത്തിന്റെ തിരുവചനം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവം തന്നതിനായി ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കോവിഡൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ബൈബിൾ കൈപിടിക്കാനൊക്കെ മടിയുള്ളവരുണ്ട്, മൊബൈലിൽ മാത്രം നോക്കുന്നവരുണ്ട്. പക്ഷെ ഇതിന്റെ വില അറിഞ്ഞുകൊണ്ട് പരിഭാഷ നമ്മുടെ കയ്യിലുണ്ട്. ജീവനുള്ള ദൈവത്തിന്റെ വചനം, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം എന്റെ കയ്യിൽ തന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസന്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ച ഒരു ആലോചന കഴിഞ്ഞ ദിവസം ഞാൻ മനസ്സിലാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിന്റെ 35 മുതലുള്ള വാക്യങ്ങളാണ്. അതാണ് എൻ്റെ ഉള്ളിൽ. ആ വാക്യത്തെ പറ്റി ഞാനത് കേട്ടു ലൈവിൽ. ആ സമയം തന്നെ ആ വാക്യങ്ങളെ പറ്റി സംസാരിക്കണമെന്നൊരു ഉൾപ്രേരണയും എനിക്ക് ലഭിച്ചു. 4-ാമത്തെ അധ്യായം യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 4-ാം അധ്യായം 35, 36, 37, 38 വാക്യങ്ങൾ കുറിവാക്യമായി വായിപ്പാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവനിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊൽ ഇതിൽ ഒത്തിരിക്കുന്നു. ഒരു വാക്യം കൂടെ, 38ാമത്തെ വാക്യം കൂടെ. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം എന്ന് പറയുമ്പോൾ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ ഇതിനകത്തുള്ള ആ സംഭാഷണവും യേശുവും ശമരിയക്കാരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണം, അതിനകത്തടങ്ങിയിരിക്കുന്ന ആത്മീയ സത്യങ്ങളൊക്കെ കേവല വായനക്കാർക്ക് തന്നെ പരിചയമുള്ളതാണ്. അപ്പൊ ഇങ്ങനൊരു വേദിയിൽ നിൽക്കുമ്പോൾ ആ 4-ാമത്തെ അധ്യായത്തിൽ നിന്ന് എന്ത് സംസാരിക്കാനാണ്? ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാൻ മനസ്സിൽ വരും. ഒന്നാമത്, ആ യഹൂദ്യയിൽ നിന്നും മേളിലോട്ടുള്ള യാത്ര, ശമരിയയിലൂടെ കടന്നു പോകുക എന്ന് പറഞ്ഞാൽ അത് സാധാരണ യാത്രയല്ല. സാധാരണ യഹൂദന്മാർ ശമരിയ ഒഴിച്ച് വട്ടം കറങ്ങി മൈലുകൾ കൂടുതലാണെങ്കിലും ആ വടക്കോട്ട് പോകുന്നത് ശമരിയ ഒഴിവാക്കി പോകുന്ന, അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ അതല്ല ഇന്നത്തെ രാത്രി സംസാരിക്കാൻ പോകുന്നത്. അവിടെ ക്ഷീണിച്ചിരിക്കുന്ന യേശുവിനെ കുറിച്ച് സംസാരിക്കാം. ദൈവപുത്രൻ എന്ന ആശയം വരച്ചു കാണിക്കാൻ വേണ്ടിയാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നത്. എന്നാൽ 4-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യത്തിൽ അവിടെ യാക്കോബിന്റെ ഉറവയുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ദ ഹ്യൂമാനിറ്റി ഓഫ് ജീസസിനെ കുറിച്ച് സംസാരിക്കാം. പക്ഷെ അതുമല്ല ഇന്നത്തെ പ്രമേയം. പിന്നെ എന്തിലേക്കാ പോകുന്നത്? ശിഷ്യന്മാരും യേശുവും തമ്മിലുള്ള സംഭാഷണമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായി എനിക്ക് നിയോഗമുള്ളിലുള്ളത്. ശമര്യക്കാരത്തി സ്ത്രീയും യേശുവും തമ്മിലുള്ള സംഭാഷണം നീണ്ട ലോങ് കോൺവെർസേഷനാണ്. എന്നാൽ ഈ ശിഷ്യന്മാർ, യേശു തെരഞ്ഞെടുത്ത ശിഷ്യന്മാരും യേശുവും തമ്മിലുള്ള സംഭാഷണം എന്നെ അതിശയപ്പെടുത്തുന്നു. ഈ ശിഷ്യന്മാരാരാണ്? അവരുടെ മനോഭാവം ഇപ്പൊ എങ്ങനെയാണ്? 4-ാമത്തെ അധ്യായമൊക്കെ ആയപ്പോൾ
അവർ കണ്ണിൽ ഒരു അത്ഭുതം 2-ാം അധ്യായത്തിൽ കണ്ടു. അല്ല, 2-ന് മുമ്പ് തന്നെ അവർ കണ്ടു. നഥനിയേൽ നടന്നു വന്നപ്പോൾ നേരെ നോക്കി നിന്ന്, എനിക്ക് നിന്നെ അറിയാം, നീ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവരിൽ കപടമില്ലെന്ന് പറഞ്ഞപ്പോ യാക്കോബിന്റെയും യോഹന്നാന്റെയും പത്രോസിന്റെയും അന്ത്രോസിന്റെയും ഒക്കെ ഐബ്രോസ് മേളിലോട്ട്, നമ്മൾ ആരുടെ നടക്കുന്നത്? ഇവരെ മുഴുവനായി വിവേചിച്ച യേശു സകലവും അറിയാവുന്നവരോടാണോ നമ്മൾ നടക്കുന്നത്? 2-ാം അധ്യായത്തിൽ അവർ കണ്ടു, വെള്ളം രക്തമാക്കിയ മോശയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ വെള്ളം വീഞ്ഞാക്കിയ ഒരാളെ പരിചയപ്പെട്ടിട്ടില്ല. 2-ാം അധ്യായത്തിൽ അവർ കണ്ടു, ഇതുപോലൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. എല്ലാവരും കുടിച്ച് തൃപ്തരായി. വലിയ അത്ഭുതം അവർ കണ്ടു. നമ്മൾ പറയത്തില്ലേ, സാധാരണ വിശ്വാസത്തിൽ ഇങ്ങനെ ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ. യേശു നമ്മുടെ കൂടെ ഉണ്ട്, സകലവും അറിയാവുന്ന യേശു ഉണ്ട്, അത്ഭുതം കാണിക്കുന്ന യേശു ഉണ്ട്. 3-ാമത്തെ അധ്യായത്തിൽ ഒരു സംഭവം നടന്നു. വലിയ വിദ്യാഭ്യാസമുള്ള പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദിമോസ് എന്ന പേരുള്ള മനുഷ്യൻ. അന്നത്തെ സമൂഹത്തിൽ ആരും അദ്ദേഹത്തിന്റെ കണ്ണിൽ നോക്കിയൊന്നും പറയാൻ ധൈര്യപ്പെടത്തില്ല. എന്നാൽ അദ്ദേഹത്തോട് യേശു കണ്ണിൽ നോക്കി പറയുന്നത്, ശിഷ്യന്മാർ കണ്ടു, നീ പുതുതായി ജനിച്ചില്ല എങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ശിഷ്യന്മാരെല്ലാം, എന്റെ ഭാഷയെ പറഞ്ഞാൽ അവരെല്ലാം ചാർജ്ഡ് അപ്പ്. വാട്ട് ഈസ് നെക്സ്റ്റ്, വാട്ട് ഈസ് നെക്സ്റ്റ്? അപ്പോഴാണ് 4-ാമത്തെ അധ്യായത്തിൽ അവർക്കൊരൽപ്പം നിരാശ. എന്തിനാ നമ്മൾ ഈ വഴി പോകുന്നത്? അത് ആദ്യത്തെ നിരാശ. ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. വാട്ട് ഈസ് ദിസ് ഹറി? എന്തിനായി പെട്ടെന്ന് യഹൂദയിൽ നിന്ന് ഈ ഗലീലയിലേക്ക് പോകാൻ ഇത്ര ധൃതി കൂട്ടി ശമരിയയിലൂടെ മുറിച്ചു കടക്കുന്നത് എന്താ? അപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും തോളെ തട്ടി പറഞ്ഞു, ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത്? നമുക്ക് പതുക്കെ പോയാ പോരെ ഗലീലയിൽ. യേശു തളർന്നിരിക്കുന്ന കണ്ടപ്പോ പിന്നെയും ആശയക്കുഴപ്പം വന്നു. കഴിഞ്ഞ ദിവസം അത്ഭുതം ചെയ്തയാള്, കഴിഞ്ഞ ദിവസം വിവേചിച്ചയാള്, കഴിഞ്ഞ ദിവസം വെള്ളം വീഞ്ഞാക്കിയാള്, ഇതെന്താ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നേ? എന്റെ ഭാഷയെ പറയാ, ക്ഷീണിച്ചിരിക്കുന്ന ആള് പറഞ്ഞു, ഐ വാണ്ട് സം ഫുഡ്. ശിഷ്യന്മാര് പറഞ്ഞു കാണും, ഇന്നലത്തെ പോലെ കൈക്രിയ നടത്തി പെട്ടെന്ന് ഈ വെള്ളം വീഞ്ഞാക്കിയ പോലെ എന്തെങ്കിലും ഒരു അപ്പം ഇവിടെ ഉണ്ടായാൽ ഞങ്ങൾക്ക് ഈ പട്ടണം വരെ നടന്നു പോകണ്ടായല്ലോ. ഡു സംതിങ്. യേശു പറഞ്ഞു, ഇല്ല, ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാ, യു ഓൾ ഗോ. എന്നെ ഇപ്പോഴും അതിശയിപ്പിക്കുന്ന കാര്യം, ഈ 12 പേരും എന്തിനാ ഒരുമിച്ച് പോയെന്ന് എന്നെ അതിശയിപ്പിക്കുന്നു. ക്ഷീണിച്ചിരിക്കുന്ന യേശുവിന്റെ കൂടെ ഇരിക്കാൻ ഒറ്റ മനുഷ്യനില്ല. 12 പേരും പോയിരിക്കുകയാണ്, ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചോണ്ട് വരാം. ഞാൻ ഒരു കാര്യമേ അതിനകത്ത് കാണുന്നുള്ളൂ, ആർക്കും വിശപ്പടക്കാൻ വയ്യ, ഇവിടെ ഇരിക്കാൻ വയ്യ. അവിടെ ചെല്ലുമ്പോ ആദ്യം കഴിച്ചിട്ട് ബാക്കി പാഴ്സലും കൊണ്ട് വരാൻ ഇങ്ങനെ ഓടിപ്പോയിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്നത്തെ ടെക്സ്റ്റ് ശ്രദ്ധിക്കണം. ഈ ശിഷ്യന്മാരെ യോഹന്നാൻ എന്ന എഴുത്തുകാരൻ അങ്ങോട്ട് വരച്ച് കാണിക്കുന്ന 2 പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. 4-ാമത്തെ അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഒരു പദപ്രയോഗം. ഇതിനിടയിൽ എല്ലാവരും, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, ഞാൻ വാക്യങ്ങൾ വായിച്ചോളാം, എല്ലാവരും ഉറക്കെ ആ ആദ്യത്തെ വാക്കൊന്ന് ഉറക്കെ വായിക്കണം. 4:27 വായിക്കാമോ? ഇതിന് ഇടയിൽ. നിർത്താം. 4-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യത്തിൽ 2-3 വാക്യങ്ങൾ കഴിഞ്ഞിട്ട് 31-ാം വാക്യത്തിന്റെ ആദ്യ വാക്കൂടെ ഒന്ന് ഉറക്കെ പറയാമോ? അതിനിടയിൽ ശിഷ്യന്മാരെ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത് എന്തോ നടക്കുന്നതിന്റെ ഇടയിൽ കയറി വരുന്നവർ. എന്തോ നടക്കുന്നത് അറിയാതെ അതിനിടയിൽ കയറി വരുന്നവർ. പ്രിയ കർത്താവിന്റെ ദാസൻ എന്നോടും ഓർപ്പിച്ചു, സമയം കറക്റ്റായി തുടങ്ങുന്നു. നമ്മൾ ഇടയ്ക്ക് വെച്ചാരും കയറി വരുന്നത് യോഗ്യമല്ല. എല്ലാവരും സമയത്ത് വരണം. അതിനിടയിലും ഇതിനിടയിലും കയറി വരുന്നവരെ നമുക്കിഷ്ടമല്ല. യോഹന്നാൻ എഴുത്തുകാരൻ വളരെ ക്രമമായി കൃത്യമായി ഓർപ്പിക്കുന്നു, എന്താ നടക്കുന്നതെന്നറിയാതെ. ആദ്യത്തെ 4:27 ഇതിനിടയിൽ എന്ന് പറഞ്ഞില്ലേ? ഏതിനിടയിലാണെന്നറിയാമോ? അതിന്റെ തൊട്ട് മുമ്പിലത്തെ വാക്യത്തിൽ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മസിഹ എന്ന് പറയുന്ന വാക്യം കഴിഞ്ഞിട്ട് ഇതിനിടയിൽ. ഇവിടെ വലിയ സന്ദേശം പറയുക, ഞാൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാണ് മസിഹ എന്ന് യേശു തന്നെത്താൻ വെളിപ്പെടുത്തി കൊടുക്കുമ്പോ
പത്രോസിനോട് അന്ത്രയോസ് പറഞ്ഞിട്ടാ മനസ്സിലാക്കിയത്. നഥനിയേലിനോട് ഫിലിപ്പിനോ പറഞ്ഞിട്ടാ മനസ്സിലാക്കിയത്. ആദ്യമായി യേശു വെളിപ്പെടുത്തുക, നിന്നോട് സംസാരിക്കുന്ന ശമര്യക്കാരത്തി സ്ത്രീയെ, നിന്നോട് സംസാരിക്കുന്ന ഞാനാ മസീഹ എന്ന് പറഞ്ഞപ്പോ വേണ്ടുവരുന്നു ഇതിനിടയിലൂടെ ഒരു കൂട്ടം. ഗൗരവത്തോടെ പ്രസംഗിക്കുന്നവർക്കോ പഠിപ്പിക്കുന്നവർക്കോ അറിയാം, ക്ലാസ്സിൽ സ്റ്റുഡൻസ് ഇരുന്ന് അവിചാരിതമായി അവര് എന്തെങ്കിലും വേറെ ക്രിയ കാണിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ക്ഷമ നഷ്ടപ്പെടും. പറയത്തില്ലേ, പ്ലീസ് ബി ക്വയറ്റ് ഓർ ഗെറ്റ് ഔട്ട്. യേശു ഞാനാണ് മസീഹ എന്ന് പറഞ്ഞപ്പോ ഇതിനിടയിൽ രണ്ടാമത്തെ അതിനിടയിൽ എന്തോ അവിടെ നടക്കുന്നത്. അതിന് തൊട്ട് മുമ്പിലുള്ള വാക്യം നോക്കിയാൽ 4:30, അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്ക വന്നു. ശമര്യക്കാര് പട്ടണം മുഴുവൻ ഇളകി വന്നപ്പോ ഇതിനിടയിൽ ഈ കൂട്ടരുണ്ട്. വെളിപ്പാട് പറയുന്നതിന്റെ ഇടയിൽ അതിനിടയിൽ അവർ വന്നു. പട്ടണം മൊത്തം റിവൈവൽ കൊണ്ട് യേശുവിന്റെ അടുക്ക വരുമ്പോ അതിനിടയിലും അവരുണ്ട്. യേശു ചെയ്യുന്നത് എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അക്ഷരീക കണ്ണുകൾ മാത്രമുള്ള, രക്ഷിക്കപ്പെട്ടോ കൈപൊക്കി, സ്നാനപ്പെട്ടായിരുന്നോ സ്നാനപ്പെട്ടു, എന്നാൽ ഇതിന്റെ അർത്ഥമൊന്നും വേണ്ടവണ്ണം തിരിച്ചറിയാതെ അതിനിടയിലും ഇതിനിടയിലും കേറി വന്ന് കൈപൊക്കുന്നുണ്ടോ കൈപൊക്കുന്നുണ്ട്, കൈയടിക്കുന്നുണ്ടോ കൈയടിക്കുന്നുണ്ട്, എന്നാൽ ഇതിന്റെ അർത്ഥം മനസ്സിലാകാത്ത ഒരു ശിഷ്യന്മാർ അന്നുണ്ടായിരുന്നു, ഇന്നും ഉണ്ടെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. ഇന്നുമുണ്ട്. ഇതിനിടയിൽ അതിനിടയിൽ അവരവിടെ ഇരിപ്പുണ്ട്. കൈ ബൈബിളുണ്ട്, വെള്ള ഷർട്ടുണ്ട്, ഇടയ്ക്ക് കൈയും പൊക്കുന്നുണ്ട്. ഇപ്പൊ ചില ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്ന പോലെ ഇരുന്ന് ഉറങ്ങുന്നവര് പോലും കറക്റ്റ് സമയമാകുമ്പോൾ കൈപൊക്കും. അതെങ്ങനെയാന്നുള്ളത് അവർക്കും അറിയാം, ദൈവത്തിനും അറിയാം. പലപ്പോഴും പ്രസംഗരായ നമ്മൾ അതിശയിക്കും, ഇതെങ്ങനെയാണ് ഇത്രയും തൂങ്ങിയിരുന്ന വ്യക്തി എങ്ങനെ കൈപൊക്കി? അതെല്ലാം ഇതിനകത്തുണ്ട്. അതിനിടയിൽ ഇതിനിടയിൽ അവർ കൈപൊക്കും. ഇവരോടാണ് കുറിവാക്യമായി 4:35 ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? എന്തുവാ ഇവർ പറയുന്നത്? ഇനി 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തുണ്ട്. ഇതൊരു പഴഞ്ചൊല്ലാണ്. 4:35 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ 2 പഴഞ്ചൊല്ലുകളാണ്. അതിൽ ഒന്നാമത്തെ പഴഞ്ചൊല്ലാണ് 35-ാം വാക്യത്തിൽ, രണ്ടാമത്തെ പഴഞ്ചൊല്ലാണ് 37-ാമത്തെ വാക്യത്തിൽ. ശിഷ്യന്മാർ പറയുന്നത്, നമ്മുടെ ഈ നാട്ടിലെ നെല്ല് കൃഷി ചെയ്യുന്നവർക്കറിയാം, 4 മാസമാണ് ഒരു ആവറേജ് ടൈം, 120 ദിവസം. അതുകൊണ്ടല്ലേ വർഷത്തിൽ 3 പ്രാവശ്യം കൃഷി ചെയ്യുന്നവരുണ്ട്. 3 പ്രാവശ്യം 4 അങ്ങനെ കൃഷി ചെയ്യുന്നവരുണ്ട്. ചിലത് 90 ദിവസത്തിലും വിളവെടുക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നല്ലൊരു ആവറേജ് 4 months. ശിഷ്യന്മാരുടെ മനസ്ഥിതി എന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങള് ഫുഡ് വാങ്ങിച്ചോണ്ട് വരാം, ഇവിടെ നമ്മൾ ആയിരിക്കുന്നത് ശമര്യയിലാണ്, ഒരു ഇന്റർവെൽ ഇല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല, ഒരു സമയം വേണം. ചിലപ്പോ നമ്മൾ പറയത്തില്ലേ അന്യോന്യം, ഇത് നമ്മൾ ഇന്നലെ പോയ സ്ഥലമല്ല, ഇന്നലത്തെ നിക്കോദിമോസിനെ പോലല്ല ഇവർ, മിനിഞ്ഞാന്നത്തെ കാനായെ പോലല്ല ഇവർ, ഇത് ശമര്യയാണ്. ഈ ശമര്യയും യഹൂദന്മാരും തമ്മിലുള്ള ആ വേർപിരിഞ്ഞ അവസ്ഥ 600-700 വർഷം നിലനിൽക്കുന്ന ഒരു വലിയ ഫ്രിക്ഷനുള്ള സ്ഥലമാണ്. അതും നിന്നോട് സംസാരിച്ചത് സാധാരണ ഒരു ശമര്യക്കാരത്തി സ്ത്രീയാണ്. ഇതിപ്പോ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. ചിലപ്പോ ഇറ്റ് വിൽ ടേക്ക് ടൈം. ചിലപ്പോ നമ്മൾ പറയത്തില്ലേ ബൈബിൾ സ്കൂളിൽ ട്രെയിനിങ് അതേ തന്നെ ആൾക്കാർ പറ്റ മോനെ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഹോമിലെറ്റിക്സ് പഠിപ്പിച്ചിട്ട്, പ്രസംഗശാസ്ത്രം പഠിപ്പിച്ചിട്ട് 1ാമത്തെ വേദിയിലെ നേരെ കയറി പ്രസംഗിക്കാൻ ഒക്കത്തിൽ, ഇറ്റ് വിൽ ടേക്ക് ടൈം. യേശു പറയാണ്, ശിഷ്യന്മാരെ, നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട്, ഇറ്റ് വിൽ ടേക്ക് ടൈം, ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് ടൈം. 4 മാസം കഴിഞ്ഞിട്ടേ വിളവുള്ളൂ എന്ന് നീ പറയുന്നില്ലേ എന്ന് പറഞ്ഞാൽ, പഴഞ്ചൊല്ലിൽ അടങ്ങിയിരിക്കുന്നത് പോലെ നിനക്കൊരു ചിന്തയുണ്ട്, ഇപ്പോഴൊന്നും സംഭവിക്കത്തില്ല. എന്നാൽ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നീ തല പൊക്കിയൊന്ന് നോക്കിയാൽ, നിന്റെ ആ മനസ്സിലിരിക്കുന്ന ആശയം മാറ്റിവെച്ച്
നീ വിശ്വാസത്തോടെ തല പൊക്കി നോക്കിയാൽ വിളവെടുപ്പാനുള്ള സമയം ഇപ്പോ തന്നെ ആയിരിക്കുന്നു എന്ന് യേശു അവരോട് വിളിച്ചു പറയുന്നു. ചെറുവക്കൽ കൺവെൻഷനിൽ 3-ാമത്തെ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ കണക്ക് കൂട്ടലുകൾക്കേക്കാൾ അപ്പുറമായി, നമ്മുടെ ചിന്തകളെക്കാൾ അപ്പുറമായി ഇപ്പോ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്നിടത്ത് വലിയ പ്രവൃത്തിയായപ്പാൻ ദൈവത്തിന് കഴിയും എന്ന് ദൈവവചനത്തിലൂടെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. അതിനൊരു കാര്യമുള്ളത്, തല പൊക്കി നോക്കണം. തല പൊക്കി നോക്കിയാലേ ഇന്റർവെൽ ആവശ്യമില്ലാതെ പ്രവർത്തിക്കുന്ന ദൈവത്തെ നിനക്ക് കാണുവാൻ കഴിയത്തുള്ളൂ. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഈ പ്രാരംഭ നിമിഷങ്ങളിൽ പറയാം. നമ്മുടെ ഈ കിളിമാനൂർ സെന്ററിലും വേങ്ങൂർ സെന്ററിലും സെമിനറിയിലും എവിടൊക്കെ നമുക്ക് മിഷൻ സ്റ്റേഷൻ ഉണ്ടോ അവിടെ എല്ലാം ഒരു ഇന്റർവെൽ ഇല്ലാതെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. ഈ 32ാമത് ചെറുവക്കൽ കൺവെൻഷൻ ഒരു പുതിയ വഴി വെട്ടുന്ന കൺവെൻഷനാണ്, മീറ്റിങ്ങുകളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലാകുന്നില്ല. അതിനിടയിൽ അവർ കയറി വന്നു, ഇതിനിടയിൽ അവർ കയറി വന്നു. അവർക്ക് മനസ്സിലാകാത്തത് ഇപ്പൊ എന്തേലും നടക്കുമെന്ന് അവർക്ക് വിശ്വാസമില്ല. അവരോട് പറയുന്നു, നീ തല പൊക്കി നോക്കണം. തല പൊക്കി നോക്കണമെന്ന് ഇവർക്ക് ആവശ്യമുള്ളത് എന്താണെന്നറിയാമോ? വാസ്തവത്തിൽ 1-ാമത്തെ അധ്യായം 51-ാമത്തെ വാക്യത്തിലെ ഒരു സൂചന ഉണ്ടായിരുന്നു. 1:51. ആമേൻ 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 ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞാൽ, ഇതുവരെ നീ കണ്ടിട്ടുള്ളതല്ല, നീ ഇനിയും കാണാൻ കാര്യങ്ങൾ ഉണ്ട് എന്ന് 1:51 വിളിച്ചു പറഞ്ഞ യേശു പറയുന്നു, നീ തല പൊക്കി നോക്കിയാൽ ഇതുവരെ കണ്ടതല്ല, നിന്റെ കണ്ണിതുവരെ കണ്ടിട്ടില്ലാത്ത ആത്മീക പ്രവൃത്തി, മാനസാന്തരത്തിന്റെ ഫലം, വചനത്തിന്റെ ഇമ്പാക്ട് നിന്റെ ജീവിതത്തിൽ നീ കാണും. നിന്റെ തലമുറയുടെ ജീവിതത്തിൽ നീ കാണും. നിന്റെ ദേശത്തിൽ നീ കാണും. നീ കേട്ടിട്ടില്ലാത്തത്, കണ്ടിട്ടില്ലാത്തത് തല ഉയർത്തി നീ നോക്കിയാൽ നീ കാണും. എന്താ ശിഷ്യനെ നീ തല ഉയർത്തേണ്ടത്? 6-ാമത്തെ അധ്യായത്തിൽ എല്ലാരും വന്ന പ്രസംഗം കേട്ടു. ശിഷ്യന്റെ അകത്ത് തോന്നിയത് എന്താണെന്നറിയാമോ? ശിഷ്യന്റെ അകത്ത് തോന്നിയത്, സമവീക്ഷണ സുവിശേഷം കൂടെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ശിഷ്യന്റെ അകത്ത് തോന്നുന്നത്, സാറേ ഇവർക്കെല്ലാം കൂടെ ഫുഡൊന്നും ഏറ്റെടുക്കരുതേ, ഇവരെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്ക്. അപ്പൊ ഫിലിപ്പോസിനോട് യേശു ചോദിച്ചു, സാറേ നിങ്ങൾ ഈ ബെത്സയിദയിലുള്ള ആളല്ലേ, എവിടെ കിട്ടും ഇത്രയും പേർക്ക്? 5000 പുരുഷന്മാര് തന്നെ ഉണ്ട്, എവിടുന്ന് ഫുഡ് കൊടുക്കാനൊക്കും? ഫിലിപ്പോസ് അവിടെ കാൽക്കുലേറ്റർ വല്ലതും ഉണ്ടോ, ഒന്ന് കൊണ്ടുവരാമോ? ഫിലിപ്പോസിന്റെ കണക്ക് കൂട്ടൽ, ഇപ്പോഴൊന്നും ഇത് നടക്കത്തില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന പോലൊന്നും ഇത്, യേശുവേ നീ ഉദ്ദേശിക്കുന്ന പോലെ ഇത് സിമ്പിളായ കാര്യമൊന്നുമല്ല. ഇത്രയും നാളത്തെ വേതനമെല്ലാം കൂടെ കൂട്ടിവെച്ചാലും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഫിലിപ്പോസ് 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായവൻ വന്നിരുന്നു. ആരാന്നറിയാമോ പറഞ്ഞത്? ആരാ ഗുരു പാപം ചെയ്തത്? ഇവനാണോ? ഇവന്റെ അമ്മയപ്പന്മാരാണോ? ഈ ശിഷ്യന്മാര് രോഗം കണ്ടാൽ അവന് തോന്നുന്നത് ഇതാരോ പാപം ചെയ്തത് കൊണ്ടും ദൈവത്തിന്റെ ശിക്ഷ കൊണ്ടും മാത്രമാണ് ഈ രോഗം നിന്നിൽ വന്നത്. 11-ാമത്തെ അധ്യായത്തിൽ ലാസറിന് അങ്ങോട്ട് പോകാം. ഈ ശിഷ്യൻ എന്തോ പറഞ്ഞതറിയാമോ? സാറേ കുറച്ചു നാൾ മുമ്പെയാണ് നമ്മളെ അവിടെ പിടിക്കാൻ തുടങ്ങിയത്, അങ്ങോട്ട് പോണോ? 13-ാമത്തെ അധ്യായത്തിൽ എല്ലാവരും കൂടി ഇരിക്കുക, കാല് കഴുകാൻ വേണ്ടി ആരെഴുന്നേക്കും? പത്രോച്ചൻ പറയാ എന്നെ കിട്ടുന്നില്ല. യാക്കോ പറയാ എനിക്ക് തോന്നുന്നില്ല, ഞാനാ ഏറ്റവും ചെറിയവരെന്ന്. അപ്പോ എഴുന്നേക്കുന്ന യേശു, ഇവന് തല പൊക്കേണ്ട ആവശ്യമുണ്ട്. 14-ാമത്തെ അധ്യായത്തിൽ ഫിലിപ്പോസ് പറഞ്ഞു, ഷോ us the Father, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം. യേശു പറയുക, 3 വർഷം എന്റെ കൂടെ നടന്നിട്ട് നീ ഇതുവരെ കണ്ടില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, നീ കണ്ടില്ലേ എന്റെ കൂടെ നടന്നിട്ട്? തോമസ് പറഞ്ഞു, അല്ല നീ എവിടാ പോകുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഞാൻ കാണാതൊന്നും വിശ്വസിക്കത്തില്ല, എന്നെ ഒന്ന് കാണിക്കാമോ? ഈ ശിഷ്യന്മാർ തല പൊക്കാത്തിടത്തോളം കാലം അതിനിടയിലും ഇതിനിടയിലും കയറി വന്നിട്ട്
യോഗങ്ങൾ അലങ്കോലപ്പെടുത്തിയിട്ട് അവൻ തിരിച്ചു പോകും. അത്രേ മാത്രമേ അവനിലൂടെ നടക്കത്തുള്ളൂ. 18-ാമത്തെ അധ്യായത്തിൽ ഇവരിൽ പ്രമുഖനായവനല്ലേ 3 പ്രാവശ്യം പറഞ്ഞത് എനിക്ക് യേശുവിനെ അറിയത്തില്ല. 19-ാമത്തെ അധ്യായത്തിൽ ഈ വലിയ മൂവ്മെന്റിൽ ക്രൂശിന്റെ ചുവട്ടിൽ വിരളലുണ്ടാവുന്ന കുറച്ചു പേരുണ്ട്. ബാക്കി എല്ലാവരും എന്തിയേ? ശിഷ്യന്മാരെ, നീ തലപൊക്കി നോക്കുന്നില്ല എങ്കിൽ യേശു നിന്നെ എന്തിനു വിളിച്ചുവെന്നും നിന്നിലൂടെ യേശുവിന് എന്ത് ചെയ്യാമെന്നും നിനക്കറിയാൻ സാധിക്കുകയില്ല. ഇന്നത്തെ ദിവസം രാത്രി ഇവിടെ വന്നിരിക്കുന്നവരെ, ഇന്ന് രാത്രി ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ഇങ്ങനെ ഇരുന്നങ്ങ് പോകാനല്ല കേട്ടോ. ബൈബിൾ പിടിച്ച് കുറച്ചേരം കൈ അടിച്ചിട്ട് മാത്രം പോകാനല്ല. ഇതുവരെ നീ മനസ്സിലാക്കാത്തത് നിന്നെ കാണിക്കുവാൻ, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്തത് നിന്നെ കാണിക്കുവാൻ, നിന്റെ വിമർശനങ്ങളെ മാറ്റുവാൻ, നിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റുവാൻ, നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിന് ഇന്ന് രാത്രി നിന്നിൽ ചിലത് ചെയ്യുവാനുണ്ട്. പെന്തിക്കോസുകാരനാണെന്നുള്ള പേര് മാത്രമല്ല ഇത്. അതിനിടയിലും ഇതിനിടയിലും കയറി വരുന്ന നിന്റെ സ്വഭാവത്തെ മാറ്റി യേശുവിന് കൊള്ളാകുന്നവനായി ഈ ദേശത്ത് നിന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. 4 മാസം എടുക്കുമെന്നുള്ള കാൽക്കുലേഷനിൽ ഇരിക്കുന്നവരോട് പറയാ, മശിഹായുടെ വെളിപ്പെടലിന്റെ ഇടയ്ക്ക് കയറി വരുന്നവനെ, ഉണർവിന്റെ ഇടയ്ക്ക് കയറി വരുന്നവനെ, നീ തലപൊക്കി നോക്ക്. എന്നാലേ നിന്നിലൂടെ ദൈവപ്രവൃത്തി നടക്കത്തുള്ളൂ. തല പൊക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, കുറഞ്ഞത് 7 കാര്യങ്ങളെങ്കിലും നടക്കും. വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുക. തല പൊക്കി നോക്കിയാൽ അവന്റെ ജീവിതം മാറും, അവന്റെ കാഴ്ചപ്പാട് മാറും. ഇവൻ തലപൊക്കി നോക്കുമ്പോഴേ ആദ്യം ശിഷ്യന്മാരുടെ തലപൊക്കി നീ നോക്കണം. 4:39 അവൻ ആദ്യം കാണുന്നത് എന്താണെന്നറിയാമോ? തലപൊക്കുമ്പോ, ഞാൻ ചെയ്തതൊക്കെയും അവൻ എന്നോട് പറഞ്ഞുവെന്ന്. അടുത്ത നോക്കണേ, ഞാൻ എൻ്റെ നോട്ട്സിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത വാക്ക്. എല്ലാരും നോക്കിക്കുക. അടുത്ത വാക്ക് എന്താ? എന്നോട് പറഞ്ഞുവെന്ന്. സ്ത്രീ സാക്ഷ്യം. സ്ത്രീ സാക്ഷ്യം. ആ വാക്ക്, സ്ത്രീ സാക്ഷ്യം പറഞ്ഞ വാക്ക് നിമിത്തം ആ പട്ടണത്തിലെ പല ശമര്യരും അവനിൽ വിശ്വസിച്ചു. നീ തലപൊക്കിയാൽ നീ ഒരു കാര്യം കാണും. ആരെയാ കാണുന്നതെന്നറിയാം? ഒരു സ്ത്രീയുടെ സാക്ഷ്യത്തിൽ ഒരു പട്ടണം മുഴുവൻ യേശുവിന്റെ അടുക്ക വന്നു. നമ്മുടെ സമൂഹത്തിൽ തല പൊക്കേണ്ട ആവശ്യമുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ സമൂഹത്തിൽ സ്ത്രീ ആരായിരുന്നെന്നറിയാമോ? വിദ്യാഭ്യാസം ഒരു പരിധിവരെ നിഷേധിക്കപ്പെട്ടവർ. പൊതുജീവിതത്തിന് അവർക്ക് നിയന്ത്രണമുണ്ട്. ഒരു കോർട്ടിൽ സാക്ഷിയായി പോകാൻ സ്ത്രീക്കൊക്കത്തില്ല. പൊതുജീവിതത്തിന് നിയന്ത്രണം, വിദ്യാഭ്യാസത്തിന് നിയന്ത്രണം, എന്ത് ഗവൺമെന്റ് കാര്യത്തിലും വിശ്വാസ്യതയ്ക്ക് എടുക്കാനൊക്കാത്ത സ്ത്രീയുടെ സാക്ഷ്യം കേട്ടിട്ട് തലപൊക്കി നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന പോലെ അല്ല കാര്യം. നമ്മുടെ മതം നമ്മളെ പഠിപ്പിച്ചതുപോലെ അല്ല കാര്യം. ഇതിനകത്തിരിക്കുന്ന ചിലരെ ദൈവത്തിന് ഹാൻഡ് പിക്ക് ചെയ്ത് ഉപയോഗിക്കാനുണ്ട്. അത് സമൂഹം ചിലപ്പോൾ പറയും നിന്നെ കൊണ്ടൊക്കത്തില്ല. നമ്മൾ പഠിച്ചു വെച്ച ട്രഡീഷൻ നമ്മളോട് പറയും നിന്നെ കൊണ്ടൊക്കത്തില്ല. യുവർ ജെൻഡർ ഈസ് അഗൈൻസ്റ്റ് യു. നീ ഒരു സ്ത്രീയല്ലേ, നിനക്ക് ചെയ്യാൻ പരിമിതികളുണ്ട്. എന്നാൽ ഇന്ന് രാത്രി വിളിച്ചു കേൾക്കണമേ, ഒരു വലിയ കാഹളം ഇവിടെ ഊതട്ടെ. നീ തലപൊക്കി നോക്കിയാൽ സ്ത്രീകളെ, നിങ്ങളിലൂടെയും ഒരു ശുശ്രൂഷ ദൈവം കണ്ടിട്ടുണ്ട്. ഇതേ ഈ 4-ാം അധ്യായം വിപ്ലവമാണ്. 4-ാം അധ്യായം വിപ്ലവമാണ്. അല്ലെങ്കിൽ എങ്ങനെയാ മുമ്പേ തലേ അധ്യായത്തിൽ നിന്ന് സാറിനോട് പറയാത്തത് ഈ സ്ത്രീയോട് പുതിയ നിയമ ആരാധനയുടെ വെളിപ്പാടും കൊടുത്ത് അവക്ക് ദൈവം ആരാണെന്ന് വെളിപ്പാടും യേശു മശിയാന്ന് വെളിപ്പെടുത്തിയും കൊടുത്ത് അവൾ ഒരു ഗുരുവിൽ നിന്നും യജമാനിൽ നിന്നും പ്രവാചകൻ മശിഹ എന്ന് വെളിപ്പാടിൽ അവൾ കയറി വന്നെങ്കിൽ, ചെറുവക്കൽ കൺവെൻഷൻ എന്നെ കേൾക്കുന്നവരെ, തല കുനിച്ചല്ല തല ഉയർത്തി നോക്കിയാൽ
നമ്മളിൽ ബലഹീനരെന്ന് ചിന്തിക്കുന്നവരെ ദൈവത്തിന് എടുക്കുവാനുണ്ട്. നമ്മൾ മാറ്റി നിർത്തിയവരെ ദൈവത്തിന് ആവശ്യമുണ്ട്. അത് വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങളെ അടിച്ചൊരു നിമിഷം, ദൈവമേ അത് എന്നിൽ ചെയ്യണമേ, എന്റെ വീട്ടിൽ ചെയ്യണമേ, എന്റെ കുഞ്ഞുങ്ങളിൽ ചെയ്യണമേ. വിദ്യാഭ്യാസമല്ല ഇവിടെ കാര്യം, ജോലിയുടെ ശ്രേഷ്ഠതയല്ല ഇവിടെ കാര്യം. നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. 4 മാസം കഴിഞ്ഞിട്ടല്ല, ഇപ്പോ അവന് നിന്നെ ആവശ്യമുണ്ട്. തലപൊക്കി നോക്കിയപ്പോ പത്രോസിന്റെ, അന്ത്രയോസിന്റെ, യോഹന്നാന്റെ എല്ലാം കണ്ണ് വെളി വന്നു. സ്ത്രീ, ഇതെന്തുവാ? ഞങ്ങൾ 12 പേരും പുരുഷന്മാരല്ലേ, യേശു നമ്മുടെ കൂടെ ഇല്ലേ? ഈ സ്ത്രീകളെ എങ്ങനെയാ ഇങ്ങനെ ശുശ്രൂഷ? നോ, they are coming. ഒറ്റയാട സാക്ഷ്യത്തിൽ വരുന്നു ഒരു പട്ടണം മുഴുവൻ. ഇതാര് പറഞ്ഞു എന്നതിനല്ല, ആ വാക്കിൽ വ്യാപരിച്ച ദൈവത്തിന്റെ ശക്തിയുണ്ട്. അവിടെ വാക്ക് വിശ്വസിക്കണമെങ്കിൽ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്ന ശമര്യക്കാരത്തി സ്ത്രീയുടെ വാക്ക് വിശ്വസിച്ച് ഒരു പട്ടണം മുഴുവൻ അവിടെ വരണമെങ്കിൽ അതവിടെ മിടുക്കല്ല, അതവിടെ കഴിവല്ല, അതവിടെ സർട്ടിഫിക്കറ്റ് അല്ല, അവളിൽ വ്യാപരിച്ച ദൈവത്തിന്റെ കൃപയാണ്. ആ കൃപ ഇന്ന് രാത്രി ഈ പന്തലിൽ വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ വ്യാപരിച്ചാൽ മനുഷ്യർ നിന്നെ കുറിച്ച് പ്രവചിച്ചതല്ല, അതിനപ്പുറമായി മാനസാന്തരത്തിന്റെ ദൂത് വിളിച്ചു പറയുവാൻ നിത്യതയെങ്കിലേക്ക് ഒരു കൂട്ടം ആൾക്കാരെ എടുക്കുവാനായി ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. തലപൊക്കിയാൽ രണ്ടാമത്തെ കാര്യം കാണുന്നു. എന്താണെന്നറിയാമോ കാണുന്നത്? തലപൊക്കിയാൽ രണ്ടാമത്തെ കാര്യം, ഇവൾ സാധാരണ സ്ത്രീയല്ല, ഇവര് ശമര്യക്കാരത്തെ സ്ത്രീയാണ്. ശമര്യക്കാരെന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ മിശ്ര വിവാഹത്തിലൂടെ ജനിച്ചവർ. വാസ്തവത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോഴേ എന്റെ മനസ്സിൽ വന്നത് 8-ാം അധ്യായം 48-ാമത്തെ വാക്യമാണ്. തല പൊക്കുന്നവരെല്ലാവരും ശ്രദ്ധിക്കണമേ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത നിങ്ങൾ കേൾക്കേണ്ടി വരും. എന്താണെന്നറിയാമോ യേശു കേട്ടത്? 8:48 യഹൂദന്മാർ അവനോട്, നീ ഒരു ശമര്യൻ. ആരോട് പറയാ? യേശുവിനോട് പറയാ, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട്. എന്താ ഇത് പറഞ്ഞത്? അന്ന് അവിടെ തളർന്നിരുന്നപ്പോ ശമര്യയിലൂടെ കടന്നു പോകാൻ അവന്റെ ഉള്ള് നിർബന്ധിക്കപ്പെട്ട് ആ ശമര്യയെ സ്നേഹിച്ച് ശമര്യക്കാരത്തെ സ്ത്രീയോട് സംസാരിച്ച് അവിടെ ഒരു ഉണർവിന്റെ വിത്ത് പാകിയത് നിമിത്തം ജീവിതത്തിന്റെ അവസാനം വരെ കേൾക്കേണ്ട വന്നു, നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട്. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? തല ആരുയർത്തിയിട്ടുണ്ടോ സഭാചരിത്രത്തിൽ ആര് തല ഉയർത്തി നോക്കിയിട്ടുണ്ടോ അവരെല്ലാം വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി കേൾക്കണമേ, തല ഉയർത്തി നോക്കിയാൽ 4 മാസം കഴിഞ്ഞല്ല, അതിപ്പോ തന്നെ നടക്കും. പക്ഷേ നമ്മൾ വെച്ചിരിക്കുന്ന അതിരുകളല്ല ദൈവത്തിന്റെ അതിരുകൾ. നമ്മൾ വെച്ചിരിക്കുന്ന വ്യവസ്ഥയല്ല ദൈവത്തിന്റെ വ്യവസ്ഥ. പരിശുദ്ധാത്മാവിനെ അനുവദിച്ചു കൊടുത്താൽ ചില പാർട്ട്ണർഷിപ്പ് അവൻ നൽകി തരും. ചില പാർട്ട്ണർഷിപ്പ്, ചെറുവക്കൽ കൺവെൻഷൻ പാർട്ട്ണർഷിപ്പ് നൽകി തരും. പക്ഷെ അത് നിമിത്തം ജീവിതത്തിൽ മുഴുവൻ വിമർശിക്കപ്പെടും. നീ ഒരു ശമര്യൻ, നിനക്ക് ഭൂതമുണ്ട്. പക്ഷേ തലപൊക്കി നോക്കാൻ ഇവരോട് പറയുന്നത് എന്താണെന്നറിയാം? നമ്മൾ പലപ്പോഴും അപ്പോസ്തല പ്രവൃത്തി 1:8 പരിശുദ്ധാത്മ ശക്തിയുള്ള ബന്ധത്തിൽ വായിക്കാറുള്ളൂ. നിങ്ങൾ യഹൂദിയയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം അപ്പോസ്തല പ്രവൃത്തികളെ കാണത്തുള്ളൂ. എന്നാൽ അതിനു മുമ്പ് തന്നെ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത്, യഹൂദിയയിലായിരുന്ന യേശു 4-ാം അധ്യായത്തിൽ ശമര്യയിൽ ഇപ്പൊ നിൽക്കുക. 4-ാം അധ്യായം അവസാന വാക്കുകളിൽ അവൻ രാജഭൃത്യന്റെ മകൻ, ജെന്റൈൽ, ഭൂമിയുടെ അറ്റം വരെ ചെല്ലുന്ന യേശുവിനെ യോഹന്നാൻ സുവിശേഷത്തിലെ പരിചയപ്പെടുത്തിയിരുന്നു. യഹൂദിയയിൽ മാത്രം നിൽക്കുന്ന ഒരു മിനിസ്ട്രി അല്ല, ശമര്യയിലേക്ക് പോയി രാജഭൃത്യന്റെ മകൻ ജെന്റൈലിനെ വരെ സ്പർശിക്കുന്ന ഒരു വലിയ ക്രോസ് കൾച്ചറൽ മിനിസ്ട്രി.
പല മലയാളികളും ചിന്തിച്ചു വെച്ചിരിക്കും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ എന്തോ പ്രത്യേകമായിട്ടുള്ള ഒരു ക്രമീകരണം ഉണ്ടെന്നാണ് പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ ഈ തിരുവചനം പറയുന്നത് യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടത്തെ ദൈവം ചേർക്കാൻ വരുന്നു. ആ ചേർക്കാൻ വരുന്നവരിൽ അവിടെ വർണ്ണ വർഗ വിവേചനമില്ലാതെ യേശു കർത്താവ് മടങ്ങി വരുമ്പോ രക്തത്താൽ കഴുകപ്പെട്ടവനെ ചേർക്കുവാൻ യേശു മടങ്ങി വരുന്നു. ശുഭ്രമായ നിഷ്കളങ്കമായ മണവാട്ടിയെ ചേർപ്പാൻ യേശു വരുന്നു. തല പൊക്കി നോക്കിയാൽ നീ കാണും ഒരു സ്ത്രീ നടന്നു വരുന്നത് നീ കാണും. തല പൊക്കി നോക്കിയാൽ നീ കാണും ഒരു ശമര്യക്കാരത്തി നടന്നു വരുന്നത് നീ കാണും. കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഉണ്ടാകും. ഞാനിവിടെ പറയുന്നത് വല്ല വിധേന ആളെ കൂട്ടാനല്ല പറയുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന പലരും ഉണ്ട് നമ്മുടെ തലമുറയിൽ. ഇപ്പോ വിശുദ്ധിയുടെ ആലോചന ഇല്ലാതെ, വേർപാടിന്റെ ആലോചനകൾ ഇല്ലാതെ ആളെ കൂട്ടാനുള്ള പരിപാടി. വെയ് രാജാ വെയ്, ഇങ്ങോട്ട് വെച്ചാൽ 10 ഇങ്ങോട്ട് വെച്ചാൽ 100 അങ്ങോട്ട് കിട്ടും. സൈക്കിളെ വാ, കാറെ തിരിച്ചു പോവാ. ഈയിടെ ഒരാൾ പറയുന്നത് കേട്ടു, നമുക്ക് എല്ലാവർക്കും കൂടെ അദാനിയുടെയും അംബാനിയുടെയും മണ്ഡലത്തിലോട്ട് കയറണമെന്ന്. ഇതെല്ലാം നമ്മുടെ അടുത്തൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. വിശ്വാസി സമൂഹത്തെ പറഞ്ഞ് കളിപ്പിക്കുക ആളെ കൂട്ടാൻ വേണ്ടി. നമ്മളൊന്നും ഇങ്ങനെ നടന്നാൽ പോരാ. എങ്ങനെ നടന്നാൽ? നമ്മൾ സാറിന് സ്കൂട്ടറും കാറും ഒന്നും ഓടിച്ചാൽ പോരാ. അദാനിയുടെ അംബാനിയുടെ ഒരു മണ്ഡലമുണ്ട്. സ്വർഗം നമ്മളെ പൊക്കിയെടുത്ത് അങ്ങോട്ട് ഇടുന്നു. പ്രിയ ദൈവമക്കളെ, ഇതിനകത്തൊന്നും വീണു പോകരുതേ. ഇതെല്ലാം പറഞ്ഞ് മനുഷ്യരുടെ പൈസ അകത്തോട്ട് വെച്ച് കോടിക്കണക്കിന് രൂപയുടെ വീടും വെച്ച് മുന്തിയ വാഹനങ്ങളെ നടക്കുമ്പോ അത് സുവിശേഷ വേലയല്ല, അത് സുവിശേഷ കച്ചവടമാണ്. ചെറുമക്കൾ കൺവെൻഷൻ തിരിച്ചറിയണം. കുറെ പണം തരാനല്ല യേശു വരുന്നത്. ജീവിതത്തിൽ കുറെ സൗകര്യം ഉണ്ടാക്കാനല്ല യേശു വരുന്നത്. യേശുവിന് ആവശ്യം നിത്യജീവന്റെ ദൂത് പറയുന്ന ഒരു കൂട്ടത്തെ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ, ശമര്യനോ യഹൂദനോ വ്യത്യാസമില്ലാതെ ഒരു കൂട്ടത്തെ ദൈവം അന്വേഷിക്കുന്നു. ഈ ചെറുമക്കളിൽ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞെങ്കിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും പ്രവചിക്കുമെന്ന് പറയുന്നെങ്കിൽ, അതിർവിരം മതിടരണ്ട. വിശുദ്ധിയോടെ നമുക്ക് വളരാം. വിശുദ്ധി ഇല്ലെങ്കിൽ അത് ശിഷ്യന്മാരുടെ കൂട്ടമല്ല, അത് കേവലം ആളാണ്. ചന്തയിൽ കാണുന്നത് പോലെ ഒരു ആൾക്കൂട്ടം മാത്രമാണ്. ഒരു തിയേറ്ററിലോട്ട് കയറാൻ ടിക്കറ്റ് എടുക്കുന്നത് പോലെ ആ സ്തോത്രാഴ്ച അങ്ങനെയുള്ളത്തിൽ ഇരുന്നതാണ്. വിശുദ്ധന്മാര് സ്തോത്രം അർപ്പിക്കുന്നത്, സ്തോത്രാഴ്ച കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഒരു മൂവി കാണാൻ ഇരിക്കുന്ന ലാഘവത്തോടല്ല. ദൈവം എന്നെ രക്ഷിച്ച സ്നേഹത്തെ ഓർക്കുമ്പോ, ദൈവം എന്നെ വീണ്ടെടുത്തതിനെ ഓർക്കുമ്പോ എന്ത് ഞാൻ പകരം നൽകാനൊക്കും? ഇവിടുത്തെ 100 രൂപയല്ല, എന്റെ ജീവനെ തന്നെ, എന്റെ ആയുസ്സിനെ തന്നെ ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കും. എന്റെ സ്വപ്നം അവന്റെ സ്വപ്നമായി മാറുന്ന ആ വലിയ അത്ഭുതം. തലപൊക്കി നോക്കിയപ്പോ ഇവർക്ക് മനസ്സിലായി, ഞങ്ങൾ ചിന്തിച്ച പോലെ അല്ല. സ്ത്രീ വരുന്നു, അതും ശമര്യക്കാരത്തി വരുന്നു. മൂന്നാമത്തെ ഒരു കാര്യം തലപൊക്കിയാൽ കാണുന്നത്, എന്റെ പദ്ധതി അല്ല ദൈവത്തിന്റെ പദ്ധതി. യുവർ പ്ലാൻസ് ആർ നോട്ട് ഹിസ് പ്ലാൻസ്. അവരുടെ പ്ലാൻ ഇത് 4 മാസം കഴിയണമെന്നുള്ളതാണ്. അവരുടെ പ്ലാന് ബി പേഷ്യന്റ്, വെയിറ്റ് ചെയ്യണം. ഇവരുടെ ഉള്ളൊക്കെ പരിവർത്തിക്കണമെങ്കിൽ യേശുവെ ഭയങ്കര ആവേശമാ. അവര് വന്ന് പറയുന്നത് എന്താണെന്നറിയാം? ഇതിനിടയ്ക്ക് വന്ന് പറയുന്നത്, ആൾക്കാർ ഇങ്ങോട്ട് അടുത്ത് വന്നപ്പോ 31-ാമത്തെ വാക്യത്തിൽ എന്തോ പറയുന്നത് നോക്കിയാൽ നമുക്ക് ഒരുമിച്ച് വായിക്കണം എല്ലാവരും. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട് റബി ഭക്ഷിച്ചാലും. നമ്മൾ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയത്തില്ലേ, ടേക്ക് ഇറ്റ് ഈസി, ടേക്ക് ഇറ്റ് ഈസി, റിലാക്സ്, റിലാക്സ്. യേശു, Jesus, you are pushing yourself a lot. You are already tired. You are thinking, നീ ചിന്തിക്കുന്നത് എന്തുവാ? ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് ഇവരെല്ലാരും രക്ഷപ്പെടുത്താവുന്നോ? It will take time, relax. അതാ വന്ന് 31-ാം വാക്യത്തിൽ പറയുന്നത്, ഇത് സമയമെടുക്കും റബി, ഭക്ഷിച്ചാലും. അപ്പൊ തിരിച്ചങ്ങോട്ട് പറയുക, നിങ്ങൾ അറിയാത്തൊരാഹാരം എനിക്കുണ്ട്. അപ്പോഴും അവര് ചിന്തിച്ചത് എന്താണെന്നറിയോ? ഇനി ഈ സ്ത്രീ വല്ലതും കൊണ്ട് കൊടുത്തോ? നമ്മൾ ഈ കൊണ്ടിരുന്ന വഴിക്ക് എന്തായാലും വേറെ കൊണ്ട് കൊടുത്തോ? വല്ല ചായം കൊണ്ട് വല്ലതും ആയിരുന്നു വന്നത്? ഈ പദ്ധതി ഒന്നും മനസ്സിലാക്കാൻ ഒക്കാത്ത ശിഷ്യന്മാർ അടുത്ത് നിൽക്കുമ്പോ യേശു വിളിച്ചു പറയുക, കുഞ്ഞുങ്ങളെ തല പൊക്കടാ, നിനക്ക് ചെയ്യാൻ ഒക്കാത്തത്
നീ പട്ടണത്തിൽ പോയപ്പോ നീ എന്തോ കൊണ്ടുവന്നു? നീ പട്ടണത്തിൽ പോയി കൈ നിറച്ച് ഭക്ഷണം കൊണ്ടുവന്നു. ഇവള പട്ടണത്തിലോട്ട് തിരിച്ചു വന്നത് എങ്ങനെയാ? കൈ നിറച്ച് ഭക്ഷണം കൊണ്ടല്ല, അവർ കൈ നിറച്ച് ആത്മാക്കളെ കൊണ്ട് തിരിച്ചു വന്നു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇന്നത്തെ ദിവസം രാത്രിയിൽ കൈ നിറച്ച് പണമാണോ ഉള്ളത്? കൈ നിറച്ച് സമ്പത്താണോ ഉള്ളത്? കൈ നിറച്ച് ആത്മാക്കളുണ്ടോ? നമ്മുടെ മാർഗത്തിന് സമൂഹത്തിന് പറ്റിപ്പോയത് എന്താണെന്നറിയാം? നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുന്നു. We will go to heaven, all others will go to hell. Thank you, hallelujah. ഈ സങ്കല്പം മാറി എന്നെ രക്ഷിച്ച ദൈവം, എന്നിൽ വ്യാപരിച്ച ദൈവത്തിന്റെ കൃപയെ എന്നിലൂടെ എന്റെ അയൽവക്കക്കാരിലേക്ക്, എന്റെ സമൂഹത്തിലേക്കൊന്ന് വ്യാപരിച്ചായിരുന്നെങ്കിൽ, കൈ നിറച്ചിന്ന് ഇവിടെ ഇരിക്കുമ്പോ നിങ്ങളിൽ ചിലരോടുള്ള ദൂതി ഞാൻ വിളിച്ചു പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ദൈവം പറഞ്ഞായിരുന്നു കൈ നിറച്ച് ആത്മാക്കളെ തരാം. എന്നാൽ ഇന്ന് വന്നിരിക്കുമ്പോ കൈ നിറച്ച് പണമുണ്ട്, കൈ നിറച്ച് അസറ്റ്സ് ഉണ്ട്. നഷ്ടപ്പെട്ടത് എന്താണെന്നറിയാമോ? അതിനിടയിൽ കയറി വന്നു, ഇതിനിടയിൽ കയറി വന്നു. ദൈവത്തിന് നിന്നെ കൊണ്ട് ചെയ്യാവുന്നതിനെ നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു കളഞ്ഞു. ഇന്ന് രാത്രി മാനസാന്തരപ്പെടണം. ദൈവമേ, പണത്തെക്കാട്ടിൽ വലുത്, സ്ഥാനത്തെക്കാട്ടിൽ വലുത്, ഈ ലോകത്തിൽ എന്തിനെക്കാട്ടിൽ വലുത്? എന്നെ അത്ഭുതത്തിന്റെ ഉപകരണമാക്കണമേ, എന്നെ അഭിഷേകത്തോട് ഉപയോഗിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്, പപ്പായ്ക്കും മമ്മിക്കും വലിയ ആഗ്രഹമായിരുന്നു, മക്കളെ ഞങ്ങൾക്ക് എയറോപ്ലെയിനെ കയറാൻ ഒത്തില്ല, നിങ്ങൾ കയറി പോകുമ്പോ ഞങ്ങളെയും കൊണ്ടുപോണേ. ഇങ്ങനെയുള്ള കുറച്ച് ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിൽ കൊടുക്കാതെ, കേരളത്തിൽ പഠിക്കുമ്പോൾ ചിലർ ചിന്തിക്കുന്നത് വലിയ പരാജയമാണ്. മോനെ ഒന്നും ആയില്ലേടാ വെളിയിലോട്ടൊന്നും പോവാൻ. വെളിയിൽ പോയാലും ഇല്ലെങ്കിലും, കേരളത്തിൽ തന്നെ ജീവിക്കേണ്ട വന്നാലും, വണ്ടി മാറിയാലും ഇല്ലെങ്കിലും, ഇതൊന്നുമല്ല സുവിശേഷത്തിന്റെ സത്യം. സുവിശേഷത്തിന്റെ സത്യം, എന്നിൽ വ്യാപരിച്ച സുവിശേഷം എന്നിലൂടെ മറ്റൊന്നിലേക്ക് ഇറങ്ങിച്ചെല്ലണം. കുഞ്ഞുങ്ങളോട് പറയാമോ, മോനെ മമ്മിക്ക് ആരെയും നേടാൻ കഴിഞ്ഞിട്ടില്ല, എന്റെ മോള് പോകുന്ന സ്കൂളിൽ യേശുവിന് വേണ്ടി ഒരാളെ മോള് നേടണം. ശുശ്രൂഷകന്മാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയാമോ, പപ്പായ്ക്ക് പ്രസംഗിക്കാൻ ഒത്തിരി താമസിച്ച ഒത്തത്, അതിനെക്കാട്ടിൽ മുമ്പ് എന്റെ മോൻ പ്രസംഗിക്കണം. പപ്പായ്ക്ക് 40-ാം വയസ്സിലെ ഇറങ്ങാൻ ഒത്തുള്ളൂ. പപ്പായുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുക. പപ്പ നിൽക്കേണ്ടടുത്ത് നീ നിന്ന് പ്രസംഗിക്കണം എന്ന് പറഞ്ഞു പഠിപ്പിക്കാമോ? തലപൊക്കി നോക്കിയാൽ നിനക്കൊരു കാര്യം മനസ്സിലാകും. എന്റെ റിട്ടയർമെന്റ് കഴിഞ്ഞിട്ടല്ല ഞാൻ ഇറങ്ങേണ്ടത്, 4 മാസം കഴിഞ്ഞിട്ടല്ല ഇറങ്ങേണ്ടത്, ഇന്ന് ഇറങ്ങണം. എന്റെ മനസ്സിൽ ഒരു വലിയ നിയോഗമുണ്ട് കേട്ടോ. ഈ യോഗം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തയ്യാറുള്ളവർ, അതിനൊരു സമർപ്പണം എടുക്കാനുള്ളവർ ഈ രാത്രിയിൽ ദൈവം മുമ്പാകെ പറയണം, ഈ ദൂത് എന്നോടാണ്, ഇതാ ഞാൻ ആ മനുഷ്യൻ, ഇതാ എന്നെ തന്നെ ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, എന്നെ എടുക്കണമേ, എന്റെ കൈകളിൽ പിടിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ. കൈപൊക്കി തലപൊക്കി നോക്കിയപ്പോ ഒരു സ്ത്രീ നടന്നു വരുന്നു. തലപൊക്കി നോക്കിയപ്പോ ശമരിയക്കാരത്തെ സ്ത്രീയാ വരുന്നത്. തലപൊക്കി നോക്കിയപ്പോ ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ല കാര്യം. 4 മാസമൊന്നും എടുക്കത്തില്ല. ആത്മാവിന്റെ ഒരു കാറ്റടിച്ചാൽ 4:36 എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കാൻ. ഇത് എവിടുന്ന് വന്നതെന്നറിയാമോ? ആമോസ് പ്രവാചകൻ പറഞ്ഞ 9:11-13 ഒരു കാലം വരുന്നുണ്ട്, വിതയ്ക്കുന്നവരും കൊയ്യുന്നവരും തമ്മിൽ ഇന്റർവെൽ ഒന്നുമില്ല. വിതച്ചു കഴിഞ്ഞ ഉടനെ കൊയ്ത്ത്. എന്താ സംഭവിച്ചത്? ആർക്കും ചെയ്യാനൊക്കാത്തത് ചെയ്യാൻ ഉയരത്തിൽ നിന്നൊരു കാറ്റടിച്ചായിരുന്നു. പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? അവിടെ വിതച്ചത് യേശുവാ. യേശു നിന്നപ്പം തണ്ട് കൊയ്തോണ്ട് വരുന്നത് ശിഷ്യനല്ല, ശമര്യക്കാരത്തെ സ്ത്രീ കൊയ്തോണ്ട് വരിക. വിതച്ചവനും കൊയ്തവനും ഒരുപോലെ സന്തോഷിക്കുന്നു. ഒരു കാലം വരുന്നു, ആ കാലം വന്നിരിക്കുന്നു. ചെറുമക്കൾ 32ാമത് കൺവെൻഷനിൽ കേൾക്കണമേ, വിതയ്ക്കുന്നവനും കൊയ്തവനും ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു കാലം. തലപൊക്കി നോക്കിയാൽ മതി, അത് കാണാം.
തലപൊക്കി നോക്കിയാൽ പിന്നെ കാണാം കേട്ടോ. 4:37-38 വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്ന് ഉള്ള പഴഞ്ചൊൽ. അതെന്താ? എല്ലാ കൊയ്ത്തുകാരും ഓർക്കണം, ഞാൻ കൊയ്യാൻ വരുന്നതിന് മുമ്പ് വിതച്ചൊരാൾ അവിടെ ഉണ്ട്. അതാ അടുത്ത വാക്യത്തിൽ പറയുന്നു കേട്ടോ, നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. ഈ ദേശത്തോടുള്ള ബന്ധത്തിൽ ഈ ചെറുവക്കൽ കൺവെൻഷൻ കേൾക്കണം. നിങ്ങൾ ആരും ഈ പന്തലിൽ നിന്ന് പോകുന്നത് ആദ്യമായി ഒരു സ്ഥലത്തേക്കല്ല, നിങ്ങൾ ആദ്യമായി ഒരിടത്തോട്ട് ചെല്ലുകയല്ല. കിളിമാനൂർ ഒരു ദേശത്ത് ഞാൻ ആദ്യമായി ഇങ്ങോട്ട് വരിക. നോ, നിനക്ക് മുമ്പേ അവിടെ പാകിയ വിത്തുകളുണ്ട്. നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുവാൻ എന്ന് പറഞ്ഞാൽ ഈ ദേശം മൊത്തം ഇറങ്ങി പ്രാർത്ഥിച്ച പിതാക്കന്മാരുണ്ട്. അവരുടെ കണ്ണുനീർ വീണ മണ്ണാണിത്, അവരുടെ കാലുകൾ പതിഞ്ഞ ഇടമാണിത്. ആ സ്ഥലത്തേക്ക് നീ അഭിഷേകത്തോടെ കയറി ചെന്നാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കൊയ്ത്ത് ഈ ദേശത്ത് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നെങ്കിൽ പറ, ദൈവമേ, ഈ തലമുറയിൽ എന്റെ കണ്ണുകൾ അടയുന്നതിന് മുമ്പ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തലപൊക്കി നോക്കിയാൽ നീ അത് കാണും. തലപൊക്കി നോക്കിയാൽ ഇതൊരു ടീം വർക്കാണെന്ന് നിനക്ക് മനസ്സിലാവും. ആദ്യത്തെ പഴഞ്ചൊല്ല് എന്താ? 4 മാസം കൂടെ കഴിയുമെന്ന് ഇരിക്കണ്ട, അത് ഇന്നേ ചെയ്യും. രണ്ടാമത്തെ പഴഞ്ചൊല്ലെന്ന് പറയുന്നത് വിതയ്ക്കുന്നവനൊന്ന്, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്ന് പറഞ്ഞാൽ ഇത് കോമ്പറ്റീഷന്റെ കാലമല്ല. നിങ്ങൾ പോയി എടുത്തു, ഞങ്ങളല്ലേ നേരത്തെ അധ്വാനിച്ച്. നോ, ആ ടോക്കുകൾ സഭയെ നശിപ്പിക്കുന്ന ടോക്കുകളാണ്. ഞങ്ങളായിരുന്നു കൂടുതൽ അധ്വാനിച്ചത്, ഞങ്ങളായിരുന്നു ആ ദേശത്തേക്ക് ആദ്യം പോയത്, ഞങ്ങളുടെ ബോർഡില്ലാതെ അവിടെ കൺവെൻഷൻ നടക്കത്തില്ല. ഇതെല്ലാം ദൈവസഭകളെ കേവലം ക്ലബുകളാക്കി മാറ്റുന്ന സംസാരമാണ്. നമുക്ക് ദൈവസഭയിൽ വേണ്ടിയ സംസാരം എന്താണെന്നറിയാമോ? ആര് വിതച്ചാലും ആര് കൊയ്യാൻ പോയാലും കാറ്റടിപ്പിച്ചത് ദൈവമാണെങ്കിൽ we are all part of one team. ചെറുവക്കൽ കൺവെൻഷൻ വന്നിരിക്കുന്ന സഭകളെ, സഭാജനങ്ങളെ, കർത്തൃദാസന്മാരെ, വിതയ്ക്കുന്നതൊന്ന്, കൊയ്യുന്നവൻ വേറൊന്ന്. എന്നാൽ ഒരുമിച്ച് എല്ലാവരും സന്തോഷിക്കട്ടെ. ദൈവത്തിന്റെ രാജ്യം മഹത്വപ്പെടുന്നെങ്കിൽ, ദൈവത്തിന്റെ രാജ്യം വളരുന്നെങ്കിൽ, don't reserve your praise and applause. Rejoice in the Lord. ദൈവത്തിൽ സന്തോഷിക്കുക. ആ 38ാമത്തെ വാക്യം ഒന്നുകൂടെ ഞാൻ വായിക്കുന്നു കേട്ടോ. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. ഇത് ആരോട് പറയാ? ശിഷ്യന്മാരോട് പറയാ. ശിഷ്യന്മാർ എവിടെയായിരുന്നു? പട്ടണത്തിൽ ഫുഡ് വാങ്ങിക്കാൻ പോയതാ. ഫുഡ് വാങ്ങിച്ചപ്പോ ഇവിടെ ഒത്തിരി കാര്യം നടന്നു കഴിഞ്ഞു. അവരോട് പറയുക, അതെ, ഇനിയും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ഞാൻ കൊയ്തോ. ആ സ്ത്രീ, സമരക്കാരത്തി സ്ത്രീ പട്ടണം മുഴുവൻ വന്നിരിക്കുക. പക്ഷെ ആ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന അടുത്ത പദപ്രയോഗം ശ്രദ്ധിക്കണമേ. മറ്റുള്ളവർ അധ്വാനിച്ചു. ആരായി മറ്റുള്ളവർ? അപ്പൊ ഒന്നിൽ കൂടുതലുണ്ടല്ലോ. നിങ്ങൾ നോക്കുന്നുണ്ടോ ആ വാക്യം? 38ാം വാക്യം, നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു. Others toiled. ആരായി മറ്റുള്ളവർ? ഒരു നിമിഷം 3-ാം അധ്യായത്തിൽ നോക്കിയാൽ ചിലപ്പം യോഹന്നാൻ സ്നാപകൻ ശമര്യയുടെ അടുത്ത് വരെ വന്നു എന്ന് ചിന്തിക്കാം. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരെ, നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ശമര്യക്കാരത്തി സ്ത്രീയുടെ സാക്ഷ്യമുണ്ട്, അവളിൽ വിത്ത് വിതച്ച യേശുവുണ്ട്, അതിനൊരു പടി പുറകിൽ യോഹന്നാനുണ്ട്. എന്നാൽ ഞാൻ കാണുന്നത് ഈ മറ്റുള്ളവരിൽ ഇവരെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹവും കിടപ്പുണ്ട്. മറ്റുള്ളവർ അധ്വാനിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു ദേശത്തേക്ക് കടന്നു ചെല്ലുന്നോ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ ആ ദേശത്തെ കണ്ടതിന് മുമ്പ്, നമ്മൾ ആ ദേശത്തെ അവകാശം പറയുന്നതിന് മുമ്പ് ആ ദേശത്തെ സ്നേഹിച്ച പിതാവുണ്ട്. For God so loved the world. ആ ലോകത്തെ സ്നേഹിച്ച പിതാവുണ്ട്. ലോകത്തെ സ്നേഹിച്ച പിതാവും ലോകത്തെ രക്ഷിക്കാൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഏകജാതനായ പുത്രനും പരിശുദ്ധാത്മാവിന്റെ പൊരുന്നിരിപ്പൂടെ ഒരു ദേശത്തുണ്ടെങ്കിൽ ആ ദേശത്തിലോട്ട് കടന്നു ചെല്ലുമ്പോ പറയണം, മറ്റൊരുത്തൻ അധ്വാനിച്ചു, തൃത്വം ഇതിന്റെ പിമ്പിലുണ്ട്, ദൈവം എനിക്ക് അനുകൂലമാണ്. ഇവിടെ
വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ ദേശങ്ങളെ എല്ലാം ഉഴുതുമറിക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. ദൈവത്തിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെടുവാൻ ദൈവം കണ്ടിട്ടുള്ളവർ വിശുദ്ധ വിളി കേട്ടാൽ മാത്രം മതി. അവരെ തെരഞ്ഞെടുത്തിട്ടിരിക്കുകയാണ്, അവരെ സ്നേഹിച്ചിട്ടിരിക്കുകയാണ്, അവരെ വിളിച്ചിട്ടിരിക്കുകയാണ്. ഒരു ഇൻസ്ട്രുമെന്റായി അങ്ങോട്ട് പോയാൽ മാത്രം മതി. തലപൊക്കി നോക്കിയാൽ മതി. തലപൊക്കി നോക്കിയാൽ ഒരു സ്ത്രീ വരുന്നത് കാണും, ഒരു ശമര്യക്കാരി വരുന്നത് കാണും. തലപൊക്കി നോക്കിയാൽ ഇനി ഇന്റർവെല്ലിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കും. തലപൊക്കി നോക്കിയാൽ ഇതൊരു ടീമാണെന്ന് മനസ്സിലാക്കും. രണ്ട് കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. തലപൊക്കി നോക്കിയാലേ സുവിശേഷീകരണം എന്താന്ന് മനസ്സിലാവും. എന്തോ സുവിശേഷീകരണം? ആ 36 വാക്യത്തിൽ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി, അടുത്ത വാക്കേ, നിത്യജീവങ്കലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. എന്തിലേക്ക് ആൾക്കാരെ വിളിക്കുന്നത്? തല കുരിഞ്ഞ് സുവിശേഷം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ ചിന്തിക്കും ഇത് കാറിന്റെയും ബിൽഡിങ്ങിന്റെയും സുവിശേഷമാണെന്ന്. തലപൊക്കി നോക്കിയാൽ സുവിശേഷം എന്ന് പറയുന്നത് നല്ലൊരു ജീവിതത്തിനുള്ള ഉപാധിയല്ല. എൻ്റെ സാമൂഹിക നിലവാരം മാത്രം മാറ്റുന്നതല്ല സുവിശേഷം. പ്രത്യാശ ഇല്ലാത്തവർക്ക് പ്രത്യാശ നൽകുന്നതാണ് സുവിശേഷം. ഇത് കുറെ പണം കൊയ്യുന്ന കാര്യമല്ല, ഇത് നിത്യജീവങ്കലേക്ക് ഒരു കൂട്ടം ആൾക്കാരെ വേർതിരിക്കുന്ന സുവിശേഷമാണ്. ശമര്യക്കാരോട് യേശു പറഞ്ഞത് വാ നിനക്കെല്ലാം കിട്ടുമെന്നല്ല. ശമര്യക്കാർ അവസാനം വിളിച്ചു പറഞ്ഞത് ഞങ്ങൾ കണ്ടു ലോക രക്ഷകനെ, ഞങ്ങൾ കണ്ടു. ചെറുവക്കൽ, വേങ്ങൂർ, കിളിമാനൂർ ഈ ദേശങ്ങൾക്ക് ആവശ്യം ലോക രക്ഷിതാവായ യേശുവിന്റെ സുവിശേഷമാണ്. തലമുക്കിയാലേ ഈ സുവിശേഷം എന്തിലേക്ക് കൊണ്ടുവരുന്നു? നിത്യജീവങ്കിലേക്ക്. അവസാനത്തെ ഒരു കാര്യം കൂടെ, തലപൊക്കുന്നവർ മാത്രമേ അത് കാണത്തുള്ളൂ. 4:40 വാക്യം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ശിഷ്യന്മാർ they are shaken. അവർ സ്ത്രീയെ കണ്ടു, ശമര്യക്കാരത്തെ കണ്ടു. 4 മാസം ഇനിയും വേണ്ടയോ? ഇത് ടീം വർക്കാണോ? അയ്യോ, സുവിശേഷീകരണം എന്ന് പറഞ്ഞാൽ നിത്യജീവന്റെ സുവിശേഷമാണോ? ഇതെല്ലാം മനസ്സിലാക്കി 4:40 അങ്ങനെ ശമര്യർ അവന്റെ അടുക്കൽ വന്നു, തങ്ങളോടുകൂടെ. സുവിശേഷീകരണത്തിന്റെ ലക്ഷ്യം എന്താ? നിത്യജീവന്റെ സദ്വർത്തമാനം കേട്ടവരുടെ ഉള്ളിൽ ഒറ്റ ആഗ്രഹമേ വരാവൂ, യേശുവേ ഞങ്ങളുടെ കൂടെ ഒന്ന് പാർക്കണം. അതെന്തുവാ? അത് ശിഷ്യത്വമാണ്. ശിഷ്യത്വം. ഇന്ന് ഒരുപാട് സുവിശേഷീകരണമുണ്ട്. there is no discipleship in many places. എല്ലാരെയും കൂട്ടുവാ, ബാബാ യേശുവിന്റെ അടുക്കവാ. യേശുവിന്റെ അടുക്ക വന്നവൻ എന്ത് ചെയ്യണം? അവന്റെ കൂടെ താമസിക്കണം. 1:39 ശിഷ്യന്മാർ ആദ്യം ചോദിച്ചത് എന്താണെന്നറിയാമോ? Where are you staying? ഗുരുവേ അങ്ങ് എവിടെയാ താമസിക്കുന്നേ? യോഹന്നാന്റെ സുവിശേഷം 15 കൊമ്പും മുന്തിരിവള്ളിയും തമ്മിൽ വസിക്കണം. ഈ കൺവെൻഷന്റെ 3-ാമത്തെ ദിവസം രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, തലപൊക്കി നോക്കിയാൽ ഇതുവരെ അനുഭവിച്ചതോ കണ്ടതോ ആയ കാര്യങ്ങളല്ല, വിപ്ലവകരമായ ഒരു ചലനം നമ്മൾ കാണും. ആത്മാവിൽ ഞാനത് തിരിച്ചറിയുന്നു. നിത്യജീവങ്കലേക്ക് തിരിയുവാൻ ഈ ദേശങ്ങളിൽ ഒരു കൂട്ടം ആൾക്കാരെ ബലഹീനരിലൂടെ ദൈവം വിളിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നവരെ മാത്രമല്ല, പുരുഷന്മാരെ മാത്രമല്ല, ദൈവം തെരഞ്ഞെടുത്തവരെ. സഭാചരിത്രത്തിൽ ഒരാളുണ്ട് കേട്ടോ, വില്യം ജെ സിമോർ. ചാൾസ് പർഹാം എന്ന് പറഞ്ഞ ആടെ ബൈബിൾ സ്കൂളിൽ വില്യം ജെ സിമോറിന്റെ തൊക്കിന്റെ നിറം കൊണ്ട് പറഞ്ഞത് സിറ്റ് ഔട്ട്സൈഡ്. ക്ലാസ് മുറിയിൽ ഇരിക്കാൻ തനിക്ക് അവകാശം കൊടുത്തില്ല. സ്മോൾ പോക്സ് പിടിക്കപ്പെട്ട് ഒരു കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോയ വില്യം ജെ സിമോർ പെന്തക്കോസ്ത് ചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണെന്നറിയാം? ആധുനിക പെന്തിക്കോസിന്റെ ഫൗണ്ടേഴ്സിൽ ഒരാളായി മാറി വില്യം ജെ സിമോർ. നിറം നോക്കിയോ, കുടുംബം നോക്കിയോ, വിദ്യാഭ്യാസം നോക്കിയോ ചലിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്. ഇന്നത്തെ ദിവസം ഈ രാത്രിയിൽ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്. ആദിമ സഭകളിൽ ചരിച്ച ദൈവത്തിന്റെ ശക്തി, ആദിമ നൂറ്റാണ്ടിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ ശക്തി ഒരൽപ്പം പോലും കുറയാതെ ചെറുവക്കൽ കൺവെൻഷന്റെ 32ാമത്തെ ഈ കൺവെൻഷനിൽ 3-ാമത്തെ ദിവസം ഈ പന്തലിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്
നമ്മളെ തല ഉയർത്തുമാറാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം തരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം, തലകളെ മുടക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇരിക്കുന്ന എല്ലാവരും ഒരു നിമിഷം അധരങ്ങളെ തുറന്നൊന്ന് പ്രാർത്ഥിക്കണം. ഈ പ്രസംഗം സ്വീകരിക്കുന്നുവെങ്കിൽ, അതേ ദൈവമേ, എന്റെ മേൽ ആ കൃപ വ്യാപരിച്ച് തലകൾ ഉയർത്തുവാനുള്ള കൃപ, എന്റെ കാഴ്ചപ്പാടിന് വേണ്ട വ്യത്യാസം ദൈവമേ അങ്ങ് ചെയ്യണമേ. എന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വരുത്തണമേ. എന്റെ മേൽ ആത്മാവിന്റെ ഒരു വിശേഷമായ കൃപ ദൈവം അയക്കണമേ. മനുഷ്യർ മാറ്റിവെച്ചിരിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ തെരഞ്ഞെടുത്ത് ഉപകരണങ്ങളാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കൃപ. ഒരു നിമിഷം എല്ലാവരും അധരങ്ങളെ തുറന്നൊന്ന് സ്തോത്രം ചെയ്യാമോ? ഈ പന്തലിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സമാപന നിമിഷങ്ങളിൽ ഒന്ന് ചലിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ചലിക്കട്ടെ. ദൈവത്തിന്റെ വിശേഷമായ ഒരു അഭിഷേകം ദൈവം ഈ പന്തലിൽ അയക്കട്ടെ. നമ്മളെ ആൾ മാറിയവരാക്കി മാറ്റുന്ന പരിശുദ്ധ ആത്മാവ്, നമ്മുടെ ഉള്ളിൽ നിത്യജീവന്റെ ശോഭയെ വർദ്ധിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്, നമ്മുടെ ഉള്ളിൽ പ്രത്യാശയെ ഉറപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? എല്ലാവരും, കർത്താവേ ഞങ്ങളെ ഉപയോഗിക്കണമേ, ഈ തലമുറയിൽ ഞങ്ങളെ ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ജീവിതം പാഴായി പോകാതെ ഞങ്ങളുടെ തലകളെ ഉയർത്തുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ.